ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ശിവാനന്ദന്റെ വീടാണ്. ജ്യോതിയുടെയും സുജാതയുടെയും അടുത്തേക്ക് പോകുന്ന കാര്യം നിത്യ പറയുമ്പോൾ അതൊന്നും വേണ്ടെന്നും ഇവിടെ ഞാൻ പറയുന്നത് കേട്ട് നിന്നാ മതിയെന്നും നിന്റെ അച്ഛന് ഞാൻ കൊടുത്ത വാക്കാണെന്നും എല്ലാവരും അകത്തേക്ക് പോയി കിടന്നുറങ്ങാനും ശിവാനന്ദൻ ദേഷ്യത്തോട് പറയുകയാണ്. അങ്ങനെ എല്ലാവരും ഉറങ്ങാനായി പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ജീവന്റെ വീടാണ്. ജീവന് ഭയന്ന് നിൽക്കുകയാണ് സുജാതയും ജ്യോതിയും ശരവണനും. ഒരു കത്തിയും എടുത്ത് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ജീവൻ. അതേസമയം കിടന്നിട്ട് ഉറക്കം വരാതെ ടെൻഷനോടെ കിടക്കുകയാണ് നിത്യ. നിത്യ സുജാതയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. സുജാത കോൾ എടുക്കുന്നില്ലെന്ന് കാണുമ്പോൾ ജ്യോതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് നിത്യ. പതിയെ ജീവന്റെ കണ്ണ് വെട്ടിച്ച് ജ്യോതി ചെന്ന് ഫോൺ എടുക്കുന്നു. നിത്യേച്ചി, ജീവട്ടൻ ഇവിടെയുണ്ട്, ഇവിടെ ആകെ പ്രശ്നത്തില, ഞങ്ങളെയൊക്കെ കൊല്ലുമെന്നാണ് പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് നിത്യ. പെട്ടെന്ന് തന്നെ ജീവൻ ജ്യോതിക്കരികിലേക്ക് പാഞ്ഞെടുത്ത് ജ്യോതിയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ്. അതിനുശേഷം സുജാതയുടെ നേരെ കത്തിയും കൊണ്ട് ചെന്ന് ജീവൻ പറയുകയാണ്, അവള് നിങ്ങളുടെ ചങ്കാണല്ലോ, നിങ്ങളെ കൊല്ലാൻ പോവുകയാണെന്നറിഞ്ഞാലേ അവൾ എവിടെയാണെങ്കിലും ഇങ്ങോട്ടേക്ക് ഓടി എത്തിക്കോളും. അത്രയ്ക്ക് സ്നേഹമാണല്ലോ നിങ്ങൾ തമ്മിൽ. ഇല്ല, നീ എന്നെ എന്തൊക്കെ ചെയ്താലും എന്റെ നിത്യമോൾ ഇങ്ങോട്ടേക്ക് വരില്ലെന്ന് സുജാത പറയുമ്പോൾ ഇത് കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ് ജീവൻ. അതേസമയം ശിവാനന്ദന്റെ വീട്ടിൽ നിന്നും എല്ലാവരുടെയും കണ്ണു തെറ്റിച്ച് നിത്യ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജീവന്റെ വീടാണ്. ജീവൻ പറയുകയാണ്, ഇത്രയും നേരമായിട്ടും അവൾ എവിടെയുണ്ടെന്ന് നിങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ, നിങ്ങളെ കൊണ്ട് പറയിക്കാനേ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് സുജാതയുടെ അടുത്തേക്ക് ജീവൻ വരുമ്പോൾ ജ്യോതിയെ തന്റെ പിന്നിലേക്കാക്കി പിടിക്കുകയാണ്. സുജാത, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞാലേ അവള് വരും. നിങ്ങൾ ചോരയിൽ കുളിച്ച് കിടക്കുന്നത് കാണാൻ അവൾ എന്താണെങ്കിലും വരാതിരിക്കില്ലല്ലോ. ഇതൊക്കെ കേൾക്കുന്ന ജ്യോതി, അമ്മയൊന്നും ചെയ്യല്ലേ ഏട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ജീവന്റെ കാൽക്കൽ വീണ് പൊട്ടിക്കരയുകയാണ് ജ്യോതി. മോളെ മാറു മോളെ എന്ന് സുജാത പറയുന്നുണ്ടെങ്കിലും ജ്യോതി ജീവന്റെ കാല് വിടുന്നില്ല. പെട്ടെന്ന് തന്നെ ജ്യോതി ചവിട്ടി തെറിപ്പിക്കുകയാണ് ജീവൻ. തുടർന്ന് ശരവണൻ ജീവനെ തടയാൻ ശ്രമിക്കുമ്പോൾ ശരവണനെ തട്ടിമാറ്റി ജീവൻ പറയുകയാണ്, എന്നെ തടയാൻ ആര് വന്നാലും എല്ലാത്തിനെയും കുത്തി മലർത്ത ഞാൻ ആരാണെന്നൊന്നും ഞാൻ നോക്കില്ല, എല്ലാത്തിനെയും ഞാൻ കൊന്നുകളയുമെന്ന് ദേഷ്യത്തോടെ പറയുകയാണ് ജീവൻ. തുടർന്ന് ദേഷ്യത്തോടെ ജീവൻ സുജാതയെ കുത്താൻ ഒരുങ്ങുമ്പോൾ ജീവൻ നിർത്തന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് നിത്യ അങ്ങോട്ടേക്ക് കയറി വരുന്നു. നിങ്ങൾക്ക് വേണ്ടത് എന്നെയല്ലേ, അമ്മയെ വെറുതെ വിട്ടേക്കാൻ നിത്യ പറയുമ്പോൾ ഇത് കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ് ജീവൻ. നിത്യ മോളെ, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്, നീ പോകാൻ നോക്കാൻ സുജാത പറയുമ്പോൾ നിത്യ പറയുകയാണ്, ഇല്ലമ്മേ, ഞാൻ കാരണം അമ്മ ഈ കത്തിമുനയുടെ മുന്നിൽ നിൽക്കുന്നത് കാണാനേ എന്നെ കൊണ്ട് സാധിക്കില്ല. ഈ മനുഷ്യൻ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, സ്വബോധമില്ലാത്ത മനുഷ്യന് ചിലപ്പോ എന്നെ എന്തെങ്കിലും ചെയ്താൽ ബോധം വന്നാലോ, എന്നെ കൊല്ലാതെ എന്റെ മോളെ തൊടാൻ നിനക്ക് സാധിക്കില്ലെന്ന് പറഞ്ഞ് സുജാത നിത്യയുടെ മുന്നിൽ നിൽക്കുമ്പോൾ മാറി നിൽക്കെന്ന് പറഞ്ഞ് സുജാതയെ തള്ളിയിട്ട് ദേഷ്യത്തോടെ നിത്യയുടെ കഴുത്തിന് പിടിക്കുകയാണ് ജീവൻ. എന്നെ ചതിച്ചിട്ട് നിനക്ക് സുഖമായി ജീവിക്കണോ എന്ന് ചോദിച്ചുകൊണ്ട് ജീവൻ നിത്യയെ കുത്താനൊരുങ്ങുമ്പോൾ പെട്ടെന്ന് ശരവണൻ ഫ്ലവർ വൈസ് എടുത്ത് ജീവന്റെ തലക്കടിക്കുകയാണ്. തുടർന്ന് വേദനയോടെ ജീവൻ താഴേക്ക് പോകുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും ആംബുലൻസ് വരികയും ജീവനെ അവര് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം, ശരവണ നീ പെട്ടെന്ന് വണ്ടിയെടുക്കാൻ സുജാത പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. അറ്റൻഡർമാരും ശരവണനും ചേർന്ന് ജീവനെ ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് കയറ്റാനൊരുങ്ങുമ്പോൾ അവരുടെ കൈ തട്ടിമാറ്റി അവരെല്ലാം അടിച്ച് താഴെ ഇടുകയാണ് ജീവൻ. ഈ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സുജാതയും നിത്യയും. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.